നമസ്തേ, സൺഡേ ഡിബേറ്റിലേക്ക് സ്വാഗതം. ലവ് ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ മതേതര മുഖംമൂടിയണിഞ്ഞ എല്ലാവരും സടകുടഞ്ഞെണീക്കും. ലവ് ജിഹാദ് എന്നൊന്നില്ല. പ്രണയം നടിച്ച് പെൺകുട്ടികളെ മതം മാറ്റുന്ന ഏർപ്പാട് നമ്മുടെ കേരളത്തിലില്ല. ഇതൊക്കെ സംഘപരിവാർ നുണക്കഥകളാണ്. ഇതാണ് മതേതര മൊഴികൾ. പക്ഷേ ലവ് ജിഹാദിന്റെ കഥകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കൊട്ടാരക്കരയിൽ നിന്നാണ് പുതിയ വാർത്ത. +1 വിദ്യാർത്ഥിനിയെ പ്രണയത്തിൽപ്പെടുത്തി മതം മാറ്റാൻ നീക്കം നടന്നു. സത്യസരണയിൽ കൊണ്ടുപോയി മതം മാറ്റത്തിന് ഭീഷണിപ്പെടുത്തി. പണം നൽകി അന്യമതസ്ഥരായ പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് മതം മാറ്റുന്ന ഒരു റാക്കറ്റ് തന്നെ ഇതിന് പിന്നിലുണ്ട്. ഒട്ടേറെ ഉദാഹരണങ്ങൾ മുന്നിലുണ്ടെങ്കിലും ലവ് ജിഹാദിനെ തള്ളിപ്പറയാൻ ഇടത് വലത് മുന്നണികൾ തയ്യാറല്ല. സൺഡേ ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് മതം മാറ്റത്തിന് നിർബന്ധിതയായ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെയും വാക്കുകൾ നമുക്കൊന്ന് കണ്ടുവരാം. ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി, പിന്നെ അത് റിലേഷനിലോട്ട് പോയി ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞിന്ന് ഞാൻ മതം മാറി ചെന്നേ പറ്റൂ. ഞാൻ ആദ്യമൊക്കെ സമ്മതിച്ചില്ല. അപ്പം ഞാൻ ആ ഒരു സംസാരം വരുമ്പോഴേ ഞാനങ്ങ് വഴിതിരിച്ച് വിടുമായിരുന്നു ചെയ്യുന്നത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അപ്പോൾ പറയും പൊന്നാനിയിൽ സത്യസരണയിൽ കൊണ്ടുപോകും എന്നെ, അവിടെ ക്ലാസ് ഉണ്ട്, അവിടെ നിർത്തും, മതം മാറിയേ പറ്റൂ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ അമ്പലത്തിൽ പോകരുത്, തട്ടിടണം, പൊട്ടിടരുത്, കുറിയിടരുത്. ഞാൻ എന്തോ പൊട്ടോ കുറിയോ എന്തോ ഇട്ട് എന്തോ പോസ്റ്റ് ചെയ്യുക എന്തോ ചെയ്ത് ഉടനെ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചെന്നെ കൊണ്ട്. നീ പൊട്ടിടുന്നതും കുറിയിടുന്നതും എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറയുന്നതുകൊണ്ട് നിനക്കൊന്നും തോന്നരുത്, എനിക്ക് നീ പൊട്ടും കുറിയിടുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതെൻ്റെ കണ്ണിന് മുന്നിൽ കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ആലപ്പുഴയിലുള്ളൊരു ജോബി, അയാളാണ് കൊച്ചിനെ അവിടെ കൊണ്ടു ചെന്ന് കൊടുക്കാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ജോബി ആരാണെന്ന് എനിക്കറിയത്തില്ല, മോള് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ. അയാൾക്ക് ഈ പയ്യന് അയാളുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്, ആലപ്പുഴക്കാരനാണെന്നും അയാളുടെ വീട്ടിൽ കൊണ്ട് നിർത്താമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ജോബിയുടെ ക്യാരക്ടർ ഇവള് തന്നെ പറയുന്നു മോശം ക്യാരക്ടറാണ്, അങ്ങനെ ഒരാളാണെന്ന് പറയുന്നുണ്ട്. ഈ പയ്യൻ്റെ സഹോദരിക്ക് എൻ്റെ മോളുടെ പ്രായമാണ്. അപ്പം ഇവൾക്ക് 18 ആകുമ്പോൾ ആ കൊച്ചിനും ആവും. അപ്പോഴത്തേക്കും ഇവൾ കൂടെ ചെല്ലുവാണെങ്കിൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. മതം മാറിക്കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും. ആ ക്യാഷ് കിട്ടിയിട്ട് വേണം സഹോദരിയെ കല്യാണം കഴിപ്പിക്കാനും നല്ലൊരു വീട് വെക്കാനുമെന്ന് ഈ പയ്യൻ പറഞ്ഞിട്ടുണ്ട്. സൺഡേ ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി എത്തുന്നത് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ, വലത് നിരീക്ഷകൻ റജി എന്നിവരാണ്. ആദ്യം ശശികല ടീച്ചറിലേക്കാണ് പോകുന്നത്. ആദ്യം വലത് നിരീക്ഷകൻ ബി റജിയിലേക്ക് പോകുകയാണ്. ബി റജി, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. അങ്ങ് ഈ കൊട്ടാരക്കരയിൽ നടന്ന ഈ സംഭവം അറിഞ്ഞു കാണുമല്ലോ. +1 വിദ്യാർത്ഥിനിയായ ഒരു ഹിന്ദു പെൺകുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമം നടന്നു. മാത്രവുമല്ല, ഈ മതം മാറിയാൽ വലിയൊരു തുക കിട്ടുമെന്നുകൂടി ഈ പെൺകുട്ടിയെ ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ ആ കുട്ടി സ്വധർമ്മം വിട്ട് മറ്റൊരു മതത്തിലേക്ക് പോകുവാനോ ഒന്നും തയ്യാറായില്ല. പിന്നീട് ഭീഷണിപ്പെടുത്തലായി. സത്യസരണയിൽ കൊണ്ടുപോയി മതം മാറ്റുമെന്നടക്കമുള്ള വലിയ ഭീഷണികൾ വന്നു. ഒടുവിൽ വീട്ടുകാർ ഇടപെട്ടാണ് ആ കുട്ടിയെ ഈ വലിയ കുരുക്കിൽ നിന്നും രക്ഷിച്ചെടുക്കുന്നത്. എങ്ങനെയാണ് ഒരു വലത് നിരീക്ഷകൻ എന്ന നിലയിൽ അങ്ങ് ഈ വാർത്തയെ കാണുന്നത്? നോക്കൂ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യവും പൗരാവകാശവും മൗലിക അവകാശങ്ങളും അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അവിടെ ഇത് മറ്റു രാജ്യങ്ങളെ പോലെയുള്ള, കാരണം ഇതൊരു ഡെമോക്രസിയാണ്, ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് വർഗീയമായി ആളുകളെ ചേരി തിരിഞ്ഞ് സംഘർഷമുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്ന സംഘപരിവാർ സംഘടനകളുടെ പരിശ്രമമാണ് ഇത്തരത്തിലുള്ള ലവ് ജിഹാദ് വിഷയം നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു കേസുകളും ഉണ്ടായിട്ടില്ലെന്നും പാർലമെന്റിൽ പോലും ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിമാർ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ഇന്ന് വരെ ലവ് ജിഹാദ് സംബന്ധിച്ചൊരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, കേരളത്തിൽ പോലുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ലവ് ജിഹാദ് എന്ന വിഷയം വീണ്ടും വീണ്ടും നമ്മുടെ അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ സമൂഹത്തെ
ജാതീയമായി വർഗീയമായി വേർതിരിച്ച് നടത്തിക്കൊണ്ട് സമൂഹത്തിൽ കലഹവും അന്തചിത്രവും ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാർ നടത്തുന്ന ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ലവ് ജിഹാദ് വാർത്തകൾ നമ്മുടെ അന്തരീക്ഷത്തിൽ പരന്നു വരുന്നത്. യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം സൗഹാർദ്ദത്തോടെ ജീവിക്കുമ്പോൾ അത്തരത്തിലുള്ള സൗഹാർദ്ദത്തെ തുരങ്കം വെച്ചുകൊണ്ട് ജാതീയമായി, അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യൻസും അല്ലെങ്കിൽ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ തമ്മിൽ വർഗീയമായി ചേരിതിരിവുണ്ടാക്കാൻ, സംഘർഷം സൃഷ്ടിക്കുവാൻ ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുകയാണ്, അവര് രൂപകൽപ്പന ചെയ്യുകയാണ്. അത് ഒരു രണ്ടാം തലത്തിലേക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ നോക്കൂ, ഈ കൊല്ലം കൊട്ടാരക്കരയിൽ നിന്നും വന്ന ഒരു സംഭവം, അതിൽ സംഘപരിവാറിന് എന്താണ് ബന്ധം? സംഘപരിവാറിന്റെ ആരുമല്ല ആ പെൺകുട്ടിയും ആ കുട്ടിയുടെ മാതാപിതാക്കളും എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. ലവ് ജിഹാദ് എന്ന് പേര് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഇടത് വലത് മുന്നണികൾക്ക് ഹാലിളകുന്നതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അത്തരത്തിൽ കൊട്ടാരക്കരയിൽ നിന്ന് വന്നൊരു റിപ്പോർട്ടാണ്. അതല്ലാതെ ഇതെങ്ങനെയാണ് സംഘപരിവാർ ബോധപൂർവം ഇത്തരത്തിൽ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുന്നു എന്ന് പറയുന്നത്? പൂയപ്പള്ളി പോലീസിൽ കേസ് കൂടിയുണ്ട്. ആ പ്രതിക്കെതിരെ പോക്സോ ആക്ട് അനുസരിച്ച് കേസ് എടുക്കുക കൂടി ചെയ്തിട്ടുണ്ട് നിലവിൽ എന്നാണ് മനസ്സിലാകുന്നത്. നോക്കൂ, ഒരു പോക്സോ കേസ് എടുത്തു എന്ന് പറയുന്നതിനെ നിങ്ങൾ എന്തിനാണ് ഈ ലവ് ജിഹാദ് എന്ന വിഷയത്തിലേക്ക് ഇതിനെ വഴിതിരിച്ചു വിടുന്നത്? നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലെ ഗൗരവം അങ്ങ് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അഥവാ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇല്ല എന്ന് വരുത്തി തീർക്കാനാണോ അങ്ങയുടെ ശ്രമം എന്നും ഞാൻ സംശയിക്കുന്നു. കാരണം ഇതിൽ ആ പെൺകുട്ടി വളരെ കൃത്യമായി പറയുന്നുണ്ട്, നീ കുറിയിട്ട് വരുന്നത്, പൊട്ടുതൊട്ട് വരുന്നത്, അമ്പലത്തിൽ പോകുന്നത് എനിക്കിഷ്ടമല്ല. ഒരു പ്രണയിതാവാണ് പറയുന്നത്, ഹൈന്ദവ വിശ്വാസം വിട്ട് നീ ഇസ്ലാം മതത്തിലേക്ക് വരണം, സത്യസരണയിൽ കൊണ്ടുപോയി മതം മാറ്റണം. മാത്രവുമല്ല, ഇതിന് നിന്നെ മതം മാറ്റിയാൽ വലിയൊരു തുകയാണ് ലഭിക്കാൻ പോകുന്നത്, ഇത് വച്ച് നമുക്ക് സുഖമായി ജീവിക്കാം എന്ന് പറയുമ്പോൾ ഇതിന് പിന്നിലുള്ള അപകടം കാണാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? നോക്കൂ, ഈ വിഷയം ജനം TV ചർച്ചയ്ക്ക് എടുക്കുന്നത് തന്നെ ഇതിന് വർഗീയമായിട്ടുള്ള ഒരു നിറം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് എന്റെ ആദ്യത്തെ പോയിന്റ്. രണ്ട്, നമ്മുടെ മതേതരത്വ ഭരണഘടനയിൽ, അതായത് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ അവൻ വിശ്വസിക്കുന്ന മതം വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുവാനുമുള്ള മൗലിക അവകാശമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പ്രണയം എന്ന് പറയുന്നത് അത്ര ഭീകരമായിട്ടുള്ള ഒരു വസ്തുതയാണോ? നമ്മുടെ സമൂഹത്തിൽ ആളുകൾ അല്ലെങ്കിൽ യുവാക്കൾ പ്രണയിക്കുകയോ അല്ലെങ്കിൽ അവർ വിവാഹത്തിലേക്ക് എത്തുകയോ ഒക്കെ ചെയ്യുന്നത്, അതിന്റെ ഇടയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിനെയൊക്കെ നിങ്ങൾ ഈ വർഗീയമായിട്ട് ഇതിനെ തരംതിരിച്ച് അതിലൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ സംഘപരിവാറിന് അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തിനെ എന്തിനാണ് കൊണ്ട് വഴിതിരിച്ചു വിടുന്നത്? ഇത് നമ്മുടെ സമൂഹത്തിലെ പിന്നോട്ടടിക്കുകയും നമ്മുടെ വികസന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതല്ലേ? നമ്മുടെ കേരളത്തിൽ ഒരിക്കൽ പോലും ഒരു ലവ് ജിഹാദ് സംബന്ധിച്ചൊരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പല അന്വേഷണ ഏജൻസികളും അന്വേഷിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ആരോപണങ്ങൾ. ചാങ്കൂർ ബാബ എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ഒരു മതം മാറ്റക്കാരനെ വളരെ കൃത്യമായി UP പോലീസ് പിടിച്ചു കെട്ടിയിട്ടുണ്ട്. അയാൾക്ക് 500 കോടി രൂപയാണ് ഇത്തരത്തിൽ അന്യമതസ്ഥരായ യുവതികളെ പ്രണയിച്ച് ഈ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിൽ 500 കോടി രൂപയുടെ വിദേശ ഫണ്ട് അടക്കം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നമ്മുടെ ഏജൻസികൾ ആ വിഷയം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കൂ, ഈ നമ്മുടെ കൊട്ടാരക്കരയിലെ വിഷയം എന്ന് പറയുന്നത് വെറും പ്രണയം എന്ന് നിങ്ങൾ അങ്ങനെ തള്ളിപ്പറയില്ലേ? ഇതിന്റെ അകത്തുള്ള ഒരു ഭീകരത നിങ്ങൾ കാണാത്തത് എന്തുകൊണ്ട് എന്നുള്ളതാണ് വലിയ ചോദ്യമായി ഉയരുന്നത്. മതം മാറ്റുക എന്ന് ചിലപ്പോൾ ചില പ്രണയ വിവാഹങ്ങളിൽ അങ്ങനെ ഉണ്ടാകാം. പക്ഷേ ഇത് പറയുന്നത് അങ്ങനെയല്ലല്ലോ. മതപരിവർത്തനം നടത്തിയാൽ പണം കിട്ടുന്നു, തനിക്ക് പിന്നിൽ കുറേയേറെ ആളുകളുണ്ട്. ആലപ്പുഴയിലുള്ള ഒരു വ്യക്തിയുടെ കാര്യം കൂടി ഈ പെൺകുട്ടിയുടെ വാക്കുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സംഘടിതമായി ഒരു സംഘം തന്നെ ഇത്തരത്തിൽ അന്യമതസ്ഥരായ പെൺകുട്ടികളെ തേടിപ്പിടിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഒരു സംഘടിത ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെ നിസ്സാരമായി പ്രണയത്തിന്റെ ആ 3 അക്ഷരത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയുന്നതാണോ റിജി?
നിങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. അതായത് നമ്മുടെ മതസൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തെ ചിതിലമാക്കുക, ശിഥിലീകരിപ്പിക്കുക, വർഗീയമായിട്ട് ചേരിതിരിവ് സൃഷ്ടിക്കുവാൻ അതിനു വേണ്ടുന്ന പണിപ്പാട് നടത്തുക. നമ്മുടെ ഇത്തരത്തിലോ എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച അന്വേഷണ ഏജൻസികൾ ഉണ്ടല്ലോ, അവരുടെ തെളിവ് വരികയോ അല്ലെങ്കിൽ കോടതിയിൽ വിചാരണയ്ക്ക് ശേഷമോ അതിനെ സംബന്ധിച്ച് നമ്മളൊരു വിലയിരുത്തൽ നടത്തുകയായിരിക്കില്ലേ ഉചിതം? നമ്മൾ ദയവായി തുടരുക. ഇപ്പോൾ ഈ +1 വിദ്യാർത്ഥിനി, നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന കുട്ടിയുടെ അമ്മ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരുടെ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. സഹോദരി എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിശേഷിപ്പിക്കാം. സഹോദരി, ഈ വിഷയം വളരെ കൃത്യമായി പ്രണയം നടിച്ച് മതം മാറ്റം, അതുപോലെ സത്യസരണിയിൽ കൊണ്ടുപോയി 15 ദിവസത്തെ ക്ലാസ് ഉണ്ടെന്ന് പറയുന്നു, പണം ലഭിക്കുമെന്ന് പറയുന്നു. ഇത് ഒരു നിസാര പ്രണയമാണ്. ഒരു പ്രണയത്തിന് ഇങ്ങനെ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കരുത് എന്നാണ് ഉയരുന്ന വാദം. ഇതിൽ എന്താണ് അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്? ഹലോ, കേൾക്കാമോ പറയുന്നത്? പറയുന്നത് കേൾക്കാം മാഡം. ഇത് എനിക്ക് മനസ്സിലായ ഒരു കഥ എന്ന് പറയുന്നത്, മോള് പറഞ്ഞതിന്റെ ഭൂരിഭാഗം കഥകളും മതം മാറ്റി അവരെ കൊണ്ടുപോയി കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുക എന്നൊരു ദൗത്യം ആയിരുന്നില്ല അവരുടേത്. യെസ്, അതായത് കുറെ ആളുകൾ തനിക്ക് പുറകിലുണ്ട് എന്ന് ഈ മകളെ ശല്യപ്പെടുത്തിയ ആൾ പറയുകയായിരുന്നു അല്ലേ? അതെ അതെ. ഇത് എന്റെ മോളോട് പറഞ്ഞത് പൊന്നാനി എന്നൊരു സ്ഥലത്ത് കൊണ്ടുചെന്ന് മതപഠനത്തിനുള്ളൊരു ക്ലാസ് ഉണ്ട്, അവിടെ കൊണ്ടാക്കിയിട്ട് ഗൾഫിലേക്ക് പോകുമെന്നാണ് അയാൾ എന്റെ മോളോട് പറഞ്ഞിരുന്നത്. വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. റജി, താങ്കൾ കേട്ട് കാണുമല്ലോ അമ്മയുടെ വാക്കുകൾ. ഇത് ഒരു കുടുംബത്തിനകത്ത് നടന്ന കാര്യമാണ്, പക്ഷേ ഇത് സമൂഹത്തിൽ വ്യാപകമായി വരുന്ന വലിയൊരു അപകടത്തെ തുറന്നു കാണിക്കുക കൂടി ചെയ്യുന്നതാണ്. റജി, ഇത്തരത്തില് ഒരു പെൺകുട്ടിയുടെ, ഒരു മൈനർ പെൺകുട്ടിയുടെ ഒരു പരാതിയെ നിങ്ങൾ എന്തുകൊണ്ടാണ് ലവ് ജിഹാദ് എന്ന ഒരു നിഗമനത്തിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് അതിനെ അത്തരത്തിൽ ഇതിനെ വഴിതിരിച്ചു വിടുവാൻ, ആ പേര് തന്നെ വിളിക്കാനേ സൗകര്യമുള്ളൂ. അതാണ് ഇവിടെ നടക്കുന്നത്. വളരെ കൃത്യമായി ലവ് ജിഹാദ് എന്ന പേര് തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങളെ വിളിക്കേണ്ടത്. അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. നോക്കൂ, അത് റജി, ഞാൻ അങ്ങയിലേക്ക് വരാം. ഒരു ചെറിയ സാങ്കേതിക തടസ്സം കാണുന്നുണ്ട്. തീർച്ചയായും അങ്ങ് ഈ ചർച്ചയിൽ തുടരണം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മനോജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്നും. മനോജിന് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മെ സമീപിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞ വസ്തുതകൾ എന്തെല്ലാമാണ്? വളരെ ചുരുക്കി. നീലിമ, ഈ കുടുംബവുമായി, അതായത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഈ അമ്മ ഞങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു. തുടർന്നാണ് ഈ വിവരങ്ങൾ ശേഖരിക്കാനായി അവിടേക്ക് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കുട്ടി തന്നെ നേരിട്ട് ഈ കാര്യങ്ങൾ പറയുകയാണ്. കാരണം ഒരു പ്രണയമുണ്ടായിരുന്നു, ആദ്യം ആത്മാർത്ഥ പ്രണയമാണെന്ന് കരുതി, പിന്നീട് അത് പല ആവശ്യങ്ങളും ഈ യുവാവ് മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതായത് അതിൽ പ്രധാനപ്പെട്ടത് മതം മാറാൻ നിർബന്ധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തൻ്റെ ഹിന്ദു വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നത്, കുറി തൊടുന്നതൊക്കെ തനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പോസ്റ്റുകളൊന്നും തന്നെ സമൂഹ മാധ്യമങ്ങളിലും പോസ്റ്റ് ചെയ്യരുത്. പിന്നീട് തനിക്ക് പണം ലഭിക്കും, അതായത് നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ, മതം മാറിക്കഴിഞ്ഞാൽ പണം ലഭിക്കുമെന്നുള്ളതാണ് യുവാവ് പെൺകുട്ടിയോട് പറഞ്ഞിട്ടുള്ളത്. ഇത് പെൺകുട്ടിയും പെൺകുട്ടിയുടെ അമ്മയും തന്നെ ഇത് കാര്യമായി തന്നെ പറഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പോലീസിന് പരാതി നൽകുമ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ പോലീസ് ഇത് ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട ശേഷമാണ് ഈ യുവാവിനെതിരെ ഈ പോലീസ് കേസ് എടുക്കുന്നത് തന്നെ. അതിൽ തന്നെ പ്രധാനമായും പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ കുട്ടി പറഞ്ഞ മൊഴിയൊന്നും തന്നെ പോലീസ് രേഖപ്പെടുത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ് കുടുംബം പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ യുവാവിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുമ്പോഴാണ്, അൻവർ ഷായുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുമ്പോൾ ഈ അൻവർ ഷാ പലരെയും ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഈ കാര്യവും പറഞ്ഞ്. അതോടൊപ്പം തന്നെ മറ്റു പെൺകുട്ടി ഉൾപ്പെടെ
ഈ യുവാവിനെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ മൈനറായിട്ടുള്ള പെൺകുട്ടിയുടെ പരാതി എത്തരത്തിലൊരു ലവ് ജിഹാദായി മാറുമെന്നുള്ളത്. അതായത് മൈനറായിട്ടുള്ള കുട്ടികൾക്ക് നേരെ നിരവധി അതിക്രമങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൽ പോലീസ് കേസെടുക്കുന്നുണ്ട്. അത് പോക്സോ കേസായി തന്നെ ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇതിൽ എങ്ങനെയാണ് മതം വരുന്നത് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിർബന്ധിതമായി നിരന്തരമായി ഇപ്പോൾ ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ശശികല ടീച്ചർ, കൊട്ടാരക്കരയിൽ നടന്ന സംഭവം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഹൈന്ദവ വിശ്വാസം വിട്ട് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ നിർബന്ധിക്കുകയാണ് +1 വിദ്യാർത്ഥിനിയെ. അതുപോലെ സത്യസരണയിൽ കൊണ്ടുപോയി മതം മാറ്റാം എന്ന് പറയുന്നു. മാത്രവുമല്ല വൻ തുക ഓഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ ലവ് ജിഹാദ് എന്ന് വിളിക്കരുത്, ഇത് വെറും പ്രണയമല്ലേ എന്നാണ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വലത് നിരീക്ഷകന്റെ അഭിപ്രായം. എങ്ങനെയാണ് ഈ വിഷയത്തെ ഹിന്ദു ഐക്യവേദി കാണുന്നത്? ഇവിടെ ഇത് വെറും പ്രണയമാണോ ലവ് ജിഹാദാണോ എന്നൊക്കെ അളക്കാനുള്ള മെഷീൻ അവരുടെ കയ്യിലുണ്ടോ നമുക്കറിയില്ല. കാരണം മറ്റു ചിലരുടെ തീവ്രത അളക്കുന്ന പല മെഷീനും ഉണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇത് ലവ് ജിഹാദാണോ അതോ വെറും പ്രണയമാണോ എന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും മെഷീൻ ഉണ്ടോ നമുക്കറിയില്ല. കാരണം മതം മാറ്റം അടക്കമുള്ള പല കാര്യങ്ങളും വളരെ വ്യക്തമായി ആ കുട്ടി പറഞ്ഞിട്ടും അതിൽ സാമ്പത്തികമായ ക്രയവിക്രയം നടക്കുന്നുണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടും ഇത് ലവ് ജിഹാദ് അല്ല എന്ന് പറയുന്ന ഇവിടുത്തെ രാഷ്ട്രീയമാണ് ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് വളരാൻ അവസരം വെച്ചു കൊടുക്കുന്നത്. ഇത് പ്രണയമല്ല, ഇത് ഇവര് കമ്മീഷൻ ഏജന്റുകളാണ്. ഇത് +2 പഠിക്കുന്ന ഒരു കുട്ടിയെ ഇത്തരത്തിൽ വളച്ചെടുക്കുമ്പോൾ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ഇവിടുത്തെ സ്ത്രീത്വത്തോട് അവർ ചെയ്യുന്ന നെറികേട് ഇത് ചർച്ച ചെയ്യാൻ കേരളത്തിന് സമയമില്ല. കേരളം മറ്റു പലതിന്റെയും പുറകെ പോവുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളോടൊപ്പം നിൽക്കാൻ ആരുമില്ല എന്നതാണ് അവസ്ഥ. ഇത് വളരെ ഗൗരവമായിട്ട് ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഈ വിഷയത്തിൽ അവരുമായിട്ട് സംസാരിച്ചിരുന്നു. ആ അമ്മയൊക്കെ പറയുന്നത് ഇന്നലെ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നപ്പോൾ ഇവരെന്തോ അപരാധം ചെയ്ത മാതിരിയായിരുന്നു അവരോട് പെരുമാറിയിരുന്നത് എന്നാണ്. FIRന്റെ കോപ്പി കിട്ടാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ വളരെ മോശമായിട്ടാണ് അവരോട് പെരുമാറിയിരുന്നത്. മാത്രമല്ല അവിടെ നിന്ന് പലരും ഈ കുട്ടിയെ ഉപദേശിക്കുകയാണ്. അതായത് ഇതിനൊക്കെ വഴങ്ങി കൊടുത്താൽ പോരെ എന്ന് തോന്നത്തക്ക വിധത്തിൽ, കാരണം ഇതൊക്കെ പുറത്തറിഞ്ഞാൽ മോശമല്ലേ, നിന്റെ ഭാവി പോവില്ലേ തുടങ്ങിയ ഉപദേശങ്ങളാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നൽകിയത് എന്നാണ് അവർ പറയുന്നത്. ആ അമ്മയും മക്കളും അവിടെ പേടിച്ചാ ജീവിക്കണത്. കാരണം ഇവരെന്താ ചെയ്യാൻ നിശ്ചയില്ലേ. അപ്പൊ ആരുണ്ട് ഇവരുടെ? നമ്മൾ സാധാരണ പാവപ്പെട്ട എന്ന് പറഞ്ഞിങ്ങനെ നമ്മൾ നീട്ടി സംഗതി സാധനമൊക്കെ ഒപ്പിച്ച് പറയുമ്പോൾ ഇവര് പാവപ്പെട്ടവരല്ലേ, ആരും രക്ഷയ്ക്കില്ലാതെ. അപ്പൊ ഇവരോടൊപ്പം നിൽക്കാത്ത നീതി നിയമമാണോ ഈ കേരളത്തിലുള്ളത്? ഇവരോടൊപ്പം നിൽക്കാത്ത ആഭ്യന്തര ഭരണ സംവിധാനങ്ങളാണോ ഇവിടെയുള്ളത്? അപ്പോ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഒരു അവസ്ഥ ആ കുടുംബത്തെ നശിപ്പിക്കും. ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഇവര് മുന്നോട്ട് വന്ന് ആ കുട്ടി രക്ഷപ്പെട്ടു എന്നാ പറയേണ്ടത്. അത് അമ്മയുടെ അമ്മയുടെ ഗർഭപാത്രത്തിന്റെ പുണ്യം എന്നേ പറയുന്നത്. അതല്ല എങ്കിൽ ഇവര് കൊണ്ടുപോവുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ ആരും ഉത്തരം പറഞ്ഞു. അല്ലെങ്കിൽ ഒരു അജ്ഞാത ശവമായിട്ടോ അല്ലെങ്കിൽ വെറും ഒരു എന്താ പറയേണ്ടത് സൂയിസൈഡ് ആയിട്ടോ ഒക്കെ എഴുതി തള്ളേണ്ടിയിരുന്ന ഒരു കേസ് അമ്മയുടെ വയറ്റുപുണ്യം കൊണ്ട് മാത്രമാണ് അവർക്ക് തിരിച്ചു കിട്ടിയത്. അപ്പൊ ഇത് ഗൗരവമായി ചർച്ച ചെയ്യണം. വെറുതെ ചർച്ച ചെയ്ത് അടുത്തൊരു കേസ് വരുന്നവർ ഇത് ചർച്ച ചെയ്യുക എന്നുള്ളതല്ല. ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഇത് കാര്യമായി അന്വേഷണം നടക്കണം. പ്രതികളെ പിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണം. ഇതൊരു വ്യക്തിയുടെ 2 വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്ന കുതന്ത്രങ്ങളല്ല. ഇതിന്റെ പിന്നിൽ സംഘടനകളുണ്ട്. ഇതിന്റെ പിന്നിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കൈമാറ്റം നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ഒരു മതമാറ്റക്കാരനെ പിടിച്ചപ്പോൾ അയാൾക്ക് 100 കണക്കിന് കോടികളുടെ സമ്പത്തല്ലേ നമ്മൾ കണ്ടത്? അത് കേരളത്തിലും നടക്കുന്നുണ്ട്. കാരണം ഇവിടെ പലരും ഒരു തൊഴിലും ഇല്ലാതെ, ഒരു പക്ഷേ പുളിങ്കുരു പെറുക്കി വിൽക്കുന്ന തൊഴിൽ പോലും ഇല്ലാത്ത കോടീശ്വരന്മാരെ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ അവസാനിപ്പിച്ചേ പറ്റൂ. ഈ മതമാറ്റത്തിന് വേണ്ടി എത്ര കോടി രൂപ, എത്ര $1 കേരളത്തിൽ ഒഴുകുന്നുണ്ട് എന്ന് കണ്ടെത്തണം. അത് കണ്ടെത്തുന്നത് കേവലം മതത്തിന്റെ രക്ഷയ്ക്ക് മാത്രമല്ല, ഇതുപോലുള്ള പെൺകുട്ടികളുടെ ജീവിത സുരക്ഷയ്ക്ക് കൂടിയാണ് എന്നുള്ള നിലയിലായിരിക്കണം നമ്മൾ ഇതിനെ ഗൗരവമായി സമീപിക്കേണ്ടത്. ഓക്കെ ടീച്ചർ, ഈ ചാങ്ങൂർ ബാബയിൽ നിന്ന് പിടിച്ചെടുത്ത 500 കോടിയൊക്കെ കേരളത്തിൽ എത്തിയോ എന്നതൊക്കെ ഏജൻസികൾ അന്വേഷിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇപ്പോൾ എഴുത്തുകാരി JK അംബിക കൂടി സൺഡേ ഡിബേറ്റിൽ ചേരുകയാണ്. ശ്രീമതി JK അംബിക, താങ്കൾ ദ റിയൽ കേരള സ്റ്റോറി എന്ന പുസ്തകം എഴുതിയ ആളാണ്. കേരള സ്റ്റോറി. അപ്പോൾ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇവിടുത്തെ 90% ആളുകൾക്കും കാണാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ. പക്ഷേ വളരെ കൃത്യമായി അങ്ങയുടെ പുസ്തകത്തിൽ വളരെ കൃത്യമായി ഈ വിവരങ്ങൾ താങ്കൾ വരച്ച് കാണിച്ചിട്ടുണ്ട്. പുതിയ കേരള സ്റ്റോറികളാണ് കേരളത്തിൽ ഇങ്ങനെ ഉദയം കൊള്ളുന്നത്. ഇത് പ്രണയമാണ്. വെറും പ്രണയത്തെ നിങ്ങൾ ജിഹാദിന്റെ രൂപത്തിൽ ലവ് ജിഹാദ് എന്നൊക്കെ പേരിട്ട് വിളിക്കണമോ എന്നാണ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വലത് നിരീക്ഷകൻ B. റെജി ചോദിക്കുന്നത്. ഒരു മറുപടി.
ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഈ പി രജി പറഞ്ഞ കാര്യങ്ങള്. ജനം ടി വി എന്തെങ്കിലും പറയുമ്പം അത് വർഗീയത, കേരള സ്റ്റോറിയിൽ പറയുമ്പം അത് വർഗീയത, നമ്മൾ ഹിന്ദുക്കൾ ആരെങ്കിലും നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയിട്ട് മതം മാറ്റുന്നു എന്ന് പറയുമ്പോൾ അത് വർഗീയത. പക്ഷേ ഈ ഇസ്ലാമിസ്റ്റുകള് അവര് വന്നിട്ട് നമ്മുടെ കുട്ടികളെ മതം മാറ്റുക, അല്ലെങ്കിൽ പൊട്ട് തൊടരുത്, അമ്പലത്തിൽ പോവരുത്, നീ ഇസ്ലാമിലേക്ക് വരണം എന്ന് പറയുന്നത് വർഗീയതയല്ല. കേരള സ്റ്റോറി റിയൽ വിക്ടിംസിന്റെ സ്റ്റോറീസ് അവരും അവരുടെ പാരന്റ്സും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അത് വർഗീയത. ഈ വർഗീയതയുടെ ഡെഫിനിഷനെ സത്യം പറഞ്ഞ മാറിപ്പോയി. ആരാണ് വർഗീയത? നമ്മള് ഇങ്ങനെ പ്രെഡേറ്റേഴ്സ് അല്ലെങ്കിൽ മതം മാറ്റുന്നവര്, പിന്നെ നല്ല നീതി ന്യായം പ്രവർത്തിക്കുന്നവരും, നമ്മൾ വിക്ടിംസ് ആവുന്നവര് അത് പറഞ്ഞ് പുറത്ത് പറയുമ്പം അത് നമ്മള് സമൂഹത്തില് വർഗീയ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നു, അല്ലെങ്കിൽ വർഗീയത പരത്തുന്നു, ഡിവൈസീവ് പൊളിറ്റിക്സ് ആണ്, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആരോടാണ് നമ്മളിത് പറയേണ്ടത്? എവിടുന്നാണ് നീതി കിട്ടുന്നത് മനസ്സിലാവണില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ കൊല്ലത്തെ ഇൻസിഡന്റ് ഒരു 3-4 days ബാക്ക് ആണ് സർഫേസ് ചെയ്തത്. ആ സമയത്ത് എനിക്ക് പത്തനംതിട്ട ജില്ലയിൽ തന്നെ സമാനമായിട്ടുള്ള ഒരു കേസ് ഓർമ്മ വരികയാണ്. ആ കുട്ടിയായിട്ട് ഞാൻ ഇപ്പോഴും അതിനെ മതം മാറ്റി കൊണ്ടുപോയത് ഒരു 10-12 വർഷം മുൻപാണ്. അത് ഇപ്പൊ ഡിവോഴ്സ് കിട്ടിയതിന് അതായിട്ട് ഞാൻ കുറെ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. ഈ സെയിം ആയിരുന്നു. അതൊരു ടീച്ചറാണ്, അവിടെ സ്കൂളിലെ വെട്ടിയാർ സ്കൂളിലെ ടീച്ചറാണ്. എന്നിട്ട് അതിനെ മതം മാറ്റി കൊണ്ടുപോകുമ്പോ കുഴപ്പമില്ല, നീ മതം മാറണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ കേസിൽ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം ഇതിനോട് പറയാണ് ഫുൾ സ്ലീവ്, അത് സ്കൂളിൽ പോകുമ്പോ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ബ്ലൗസ് ഇടണം, സാരിയുടെ പല്ലു തലയിൽ ഇടണം, നീ അമ്പലത്തിൽ പോരുത്, പൊട്ട് കുത്തരുത്. അതിനുശേഷം അവർക്കൊരു കുട്ടി ഉണ്ടായിട്ട് ഈ കുട്ടീനെ അയാൾക്ക് ബച്ചർ ഷോപ്പാണ്, അറവുശാലയാണ്. ഈ അറവുശാലയിൽ ഈ കുട്ടി 4-5 വയസ്സായ കുട്ടീനെ അറുക്കുന്നത് കാണാൻ കൊണ്ടുപോവാണ്. അതിന്റെ വെള്ള ഉടുപ്പ്, പിന്നെ വെള്ള കുർത്തിയൊക്കെ ഇട്ടിട്ട് അറവ് കാണാൻ. അപ്പൊ ഇവര് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇതൊന്നും വർഗീയതയല്ല. അവര് ചെയ്യുന്നത്, അവര് ശരിക്കും സിസ്റ്റമാറ്റിക്കലി കൺവേർഷൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വർഗീയതയല്ല. നമ്മള് വിക്ടിംസ് അത് എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അത് മാത്രം വർഗീയതയാവുന്നു. ഈ നേരത്തെ പറഞ്ഞു പ്രണയവിവാഹങ്ങളെ നിങ്ങൾ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നു. നമ്മൾക്ക് അങ്ങനെ ഒരു ഇന്റൻഷനേ ഇല്ല. പ്രണയവിവാഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. ശശികല ടീച്ചർ എപ്പോഴും പറയാറുള്ള പോലെ അരിയാഹാരം തന്നെ നമ്മളും കഴിക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമിയുടെ മോള് അവര് പ്രണയവിവാഹം ചെയ്തതാണ്. അവരുടെ പേര് ഇപ്പോഴും അത് തന്നെയാണ്. അവര് മതം മാറിയിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഒരാളെ കൊണ്ടുപോയിട്ട് എനിക്ക് നിന്നോട് പ്രേമമാണെന്ന് പറയുന്നതിന് മുന്നേ തന്നെ പറയുന്നത് ഈ പൊട്ട് തൊടരുത്, അല്ലെങ്കിൽ തലയിൽ മുണ്ടിടണം, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നത്? അവിടെയാണ് നമുക്ക് സംശയം തുടങ്ങുന്നത്. അവിടെയാണ് ഇവിടെ ഇതിന്റെ എല്ലാ പ്രോബ്ലംസും തുടങ്ങുന്നത്. നിങ്ങൾ ആരെങ്കിലും പോയിട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പ്രണയം ഉണ്ടെങ്കിൽ പ്രണയം കൊണ്ടുപോയിട്ട് കല്യാണം കഴിക്കുന്നതിനോ ഒരു ജീവിതം ഉണ്ടാക്കുന്നതിനോ ഒന്നും നമ്മൾ എതിരല്ല. ആ പ്രണയം തുറന്നു പറയുന്നതിന് മുമ്പ് പറയുന്നത്, ആ ചെറുക്കന്റെ പടം ഞാൻ കണ്ടു, മുട്ടയൊന്നും വിരിഞ്ഞിട്ടില്ല അവൻ, അപ്പോഴത്തേനും അവന് മതം മാറ്റണം അത്രേ. എന്നിട്ട് ഇത്ര പോകുന്ന ഈ പീക്കിരി ചെറുക്കന്റെ പുറകിൽ എത്രയോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അല്ലാതെ അവന് മതം മാറ്റാൻ പോയിട്ട് തനിച്ച് നടന്ന് സ്കൂളിൽ പോകാനുള്ള വിവരം, വിദ്യാഭ്യാസം അല്ലെങ്കിൽ പക്വത വരെ ആയിട്ടില്ല, എന്നിട്ട് അവൻ മതം മാറ്റം നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ പറയുന്നത് തൊടാതെ വിഴുങ്ങണം എന്നാണോ പറയുന്നത്? ഇത് പ്രണയമാണെന്നാണോ പറയുന്നത്? എന്തെങ്കിലും ഇതിനൊരു ലോജിക്ക് വേണ്ടേ പറയുന്ന സമയത്ത്? യെസ്. ഇപ്പോൾ VHP നേതാവ് വിജി തമ്പി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വിജി തമ്പി, ഇപ്പോൾ കൊട്ടാരക്കരയിലുണ്ടായ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ കേരള സ്റ്റോറികൾ കേരളത്തിൽ ഇങ്ങനെ ഉദയം കൊള്ളുകയാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്നതും ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്കുകൾ നമുക്ക് കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഉച്ചരിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ അവരെല്ലാം സംഖ്യയാണ്, വർഗീയതയാണ് എന്ന് പറയുന്ന ഒരു മനോഭാവം. പക്ഷേ വളരെ കൃത്യമായി കേരളത്തിൻ്റെ മണ്ണിൽ ഇത്തരത്തിൽ ഈ പുതിയ കേരള സ്റ്റോറികൾ ഇങ്ങനെ ഉദയം കൊള്ളുകയാണ്. എത്രത്തോളം ആശങ്കാജനകമാണ് കേരളത്തിലെ ഒരു സ്ഥിതി ഇപ്പോൾ? നമസ്കാരം. ഇത് ഇന്നലെ തുടങ്ങിയതല്ലോ, കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ. ഇപ്പോ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമയിൽ എന്താണ് കേരളത്തിൽ നടക്കുന്നത് പച്ചയായി കാണിച്ച സിനിമയാണ്. ആ സിനിമയ്ക്ക് ഒരു ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ ഇവിടെ പലർക്കും ഹാലിളകിയത് കണ്ടില്ലേ? നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉറഞ്ഞു തുള്ളുകയല്ലായിരുന്നോ? അപ്പൊ ഇതെന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ കേരളം എന്ന് പറയുന്നത് കേരളം മാറി കേരളമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൂർണ്ണമായും ഇതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ ശ്രമിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ വ്യക്തികൾക്കുമുണ്ട്. ഞാനിപ്പോ പ്രധാനമായിട്ടും പറയുന്നത്, ഇപ്പോ
ഈ പെൺകുട്ടി ആ പയ്യന്റെ പുറകെ പോയി എന്നുള്ളതല്ല പ്രശ്നം. ഈ പെൺകുട്ടി പോകാൻ കാരണമായത് എന്താണെന്നുള്ളതാണ്. അത് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോ ഹിന്ദു കുടുംബങ്ങളിലും ഉള്ള ജാഗ്രത കുറവാണ് ഇതിന്റെ കാരണം. കാര്യം നമുക്ക് നമ്മുടെ ഓരോ സംസ്കൃതിയുണ്ട്, നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, നമ്മുടെ ഈശ്വരീയതയുണ്ട്. ഇതൊന്നും പുതിയ തലമുറകൾക്ക് കൃത്യമായി പകർന്നു കൊടുക്കാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികളെ സംബന്ധിച്ചോളം ഇവർക്ക് മറ്റു മതങ്ങൾ അങ്ങനെയല്ല. മറ്റു മതങ്ങൾ അവരെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരിലേക്ക് ഉള്ളിലേക്ക് അവരെ കടത്തി വിടുകയാണ്. ഇപ്പൊ തന്നെ ക്രിസ്ത്യൻ മതങ്ങളാണെങ്കിൽ ശരി, അവരുടെ സൺഡേ സ്കൂളായാലും അതുപോലുള്ള ഇതിലൂടെ ആ കുട്ടികളുടെ മനസ്സിലേക്ക് തന്നെ അവരുടെ മതത്തെക്കുറിച്ചും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചും പറഞ്ഞു കൊടുത്ത് അവരെ അതിനെ രൂഢമൂലമാക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ മുസ്ലിം സമുദായം നമ്മൾ കാണുന്നില്ലേ, വളരെ വളരെ ചെറുപ്പത്തിലെ ബുദ്ധി ഉറയ്ക്കും മുമ്പ് കുട്ടികളെ തൊപ്പിയിട്ട് രാവിലെ വെളുപ്പാങ്കാലത്ത് മദ്രസയിൽ കൊണ്ടുപോയില്ലേ. ഇപ്പം അവര് തന്നെ പറയുന്നത് സ്കൂൾ സമയം പോലും അതിനുവേണ്ടി മാറ്റണമെന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ പഠിപ്പിക്കുന്നത് എന്താണ്? മതമല്ലേ പഠിപ്പിക്കുന്നത്, വേറെ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കൃതി അല്ലല്ലോ ഇവിടെ പഠിപ്പിക്കുന്നത്. ആ മതം പഠിപ്പിക്കുന്നതിലൂടെ അവരുടെ ഉള്ളിലേക്ക് രൂഢമൂലമാവുകയാണ്. പക്ഷെ ഈ ഒരു അവസരമാണ് നമ്മുടെ ഹിന്ദു കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പറഞ്ഞ സ്കൂളിലും മറ്റിടത്തും ചെല്ലുമ്പോൾ ഈ മറ്റേ പണ്ടാരെ പറയുന്ന പോലെ ഈ നിലാവത്തിറക്കിയിട്ട് കോഴികളെ പോലെ പരിഭ്രമിച്ചിരിക്കുന്നത്. ഇവിടെ അവരെ പറ്റിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ പറ്റിക്കപ്പെടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ മതമാറ്റം നടത്തുന്നത് ഇപ്പം ഇസ്ലാമായാലും ശരി അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായാലും ശരി, ഇവരെന്തിനാ ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞു പിടിക്കുന്നത്? ഹിന്ദുക്കളോട് എന്താ വലിയ സ്നേഹം? അല്ലാതെ ഇപ്പം ക്രിസ്ത്യാനികൾക്ക് മതം മാറ്റാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ ഇവിടെ കഷ്ടപ്പെടുന്നത്. അല്ലാതെ ഇസ്ലാം സമുദായത്തിലും ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. അങ്ങോട്ട് ചെന്ന് അവരെയും കൊണ്ടും സഹായിക്കാവുന്ന പാവങ്ങളെ അവരെ സഹായിക്കുക. അവർക്ക് എന്താ മടി? ഇവിടെ ഹിന്ദുക്കളോട് മാത്രം എന്താ എത്ര വലിയ സ്നേഹം ഇവർക്ക്? മതമേലധ്യക്ഷന്മാർക്കായാലും ശരി, എല്ലാവർക്കും ആയാലും ശരി. ഇപ്പൊ ഇതിന് രസമില്ല. ഇനിയിപ്പോ കേരളത്തിലല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും ഇതുപോലെ മതമാറ്റ ശ്രമങ്ങൾ നടത്തിയാലോ അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തിയാലോ പോലീസുകാർ പോലും അറസ്റ്റ് ചെയ്യാൻ ഭയപ്പെടുന്നു. ഇപ്പൊ എന്താ ഛത്തീസ്ഗഡിൽ നടന്നത്? എന്താ എല്ലാം മാറ്റിമറിക്കപ്പെടുകയില്ലേ? അതായത് ഇരകൾ വേട്ടക്കാരാകുകയും വേട്ടക്കാർ ഇരകളായി തീരുന്ന അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ അവസ്ഥയാണ് ഛത്തീസ്ഗഡിൽ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് യഥാർത്ഥ അവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ നിയമം എങ്ങനെയാണ് പോകുന്നത് പോലും അറിയാതെ ആ നിയമത്തിനെ പോലും മാറ്റിമറിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ ശ്രമിക്കുന്ന ഒരു ശ്രമമല്ലേ ഛത്തീസ്ഗഡ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്ന് പലതും വന്നുകൊണ്ടിരിക്കുന്നത് എന്താ? അവിടെ ഈ തെറ്റ് കണ്ട് ആ പോലീസിന് ചൂണ്ടിക്കാണിച്ചവരെ കുറ്റവാളിയാക്കാനൊരു ശ്രമമാണ്. ഇതൊന്നും അനുവദിക്കാൻ പാടില്ല. അപ്പൊ ഇതുകൊണ്ട് പറ്റുന്ന എന്താ? നാളെ ഇത് വ്യാപകമായിട്ടും ഇങ്ങനൊരു ഇഷ്യൂ വന്നാൽ പോലും ആരും ഇടപെടാനോ പരാതിപ്പെടാനോ പോകാത്തൊരവസ്ഥയിലേക്ക്. അതെ, ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത വേണം എന്നതാണ് വിജി തമ്പി സൂചിപ്പിക്കുന്നത്. വളരെയധികം നന്ദി ശ്രീ വിജി തമ്പി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്കാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് കേരളത്തിൽ പറയാൻ പോലും മടിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അത്രയാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ ഈ വാക്കിനെ ഭയപ്പെടുന്നത്. ഇത് വെറും പ്രണയമാണെന്നൊക്കെയാണ് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള റാക്കറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ചില കേന്ദ്രങ്ങൾക്ക്, ചില വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് നീങ്ങുന്ന കേന്ദ്രങ്ങൾക്ക് വല്ലാതെ പൊള്ളുകയാണ്. ഇത് കേരളത്തെ വല്ലാത്തൊരു അപകടസ്ഥിതിയിലേക്കല്ലേ കൊണ്ടെത്തിക്കുന്നത്? അപകടസ്ഥിതിയിലേക്കാണ് കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തെ മാത്രമല്ല മൊത്തം ജനതയെ ബാധിക്കുന്ന വിഷയമാണ്. അത് ഇന്ത്യ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണിത്. ഒന്നത്. രണ്ടാമത്തത്, മതം മാറുക, മതം നോക്കാതെ കല്യാണം കഴിക്കുക, കാസ്റ്റ് നോക്കാതെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ്. അതിലൊരു തർക്കമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മതത്തിൽപ്പെട്ട ആളെ മാത്രം കല്യാണം കഴിക്കുക എന്ന് പറയുക, അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ പ്രണയിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു കൂട്ടം ആളുകൾ ഈ ഒരു സാധ്യതയെ മുതലെടുത്തുകൊണ്ട് അവരുടെ മതം വളർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ജെനുവിനായിട്ട് ആരെങ്കിലും ഒരു പ്രണയം തോന്നി, ഇപ്പോൾ ഷാറൂഖ് ഖാനും ഗൗരി ഖാനും ഒക്കെ ഇന്നാണ് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ആലോചിച്ചാൽ മതി. കാരണം അത് ലവ് ജിഹാദ് എന്നേ അതിനെ വിളിക്കാൻ പറ്റുള്ളൂ ആളുകൾക്ക്. അങ്ങനെയാണ് അതിനെ ബാഡ് ചെയ്യപ്പെടുന്നത് ഇന്ന്. അതായത് ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രണയം, അത് മതം അവിടെ വരുന്നു, അതിനകത്ത് ആണ് മുസ്ലിമും പെണ്ണ് അമുസ്ലിമും ആവുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിന്ന് ലവ് ജിഹാദ് ആണ് എന്ന രീതിയിലേക്ക് അതിനെ ബാഡ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനാരാണ് ഉത്തരവാദി എന്നാണ് ഞാൻ ചോദിക്കുന്നത്.
അതിന് ഉത്തരവാദികൾ രണ്ടു കൂട്ടം ആളുകളാണ്. ഒന്ന്, ഇത് ബോധപൂർവം ഇതൊരു വഴിയായിട്ട് കൊണ്ടു നടന്നുകൊണ്ട് ചെയ്യുന്ന ഇസ്ലാമിന്റെ ആളുകൾ. അങ്ങനെ പറയുമ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും ഇസ്ലാമിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ഇസ്ലാമിൽ ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ദഅവത്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ പറയുക. അത് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു അവിശ്വാസിയായ ആള് ഇതുപോലെ മതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് മതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം തന്നെയാണ്. അത് ആരാണ് ചെയ്യുന്നത്? അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ആരാണ് നടക്കുന്നത്? അത് ഈ മതത്തിന്റെ വക്താക്കൾ, ഈ ഇസ്ലാമിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കുന്ന, അല്ലെങ്കിൽ ജിഹാദികൾ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആളുകളാണ് അത് ചെയ്യുന്നത്. ഇത് മതത്തിലെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പണിയാണ്. ഞാനിവിടെ മറ്റു മതങ്ങളെ ഒന്നും പറയുന്നില്ല, എക്സെപ്റ്റ് 2 മതങ്ങൾ. അത് ഹിന്ദു മതവും ഇസ്ലാം മതവും മാത്രമാണ് എടുക്കുക. അവിടെ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഞാനൊരു ഇസ്ലാം എന്നുള്ള ഒരൊറ്റ മതത്തെ മാത്രമല്ല, ആ സ്വഭാവമുള്ള എല്ലാ മതങ്ങളെയും ആ ഒരു ഗണത്തിൽ നമുക്ക് പെടുത്താം. എന്ന് വെച്ചാൽ ഈ സെമിറ്റിക് മതങ്ങളെന്നും നമ്മൾ വിളിക്കാറുള്ള ക്രിസ്ത്യാനിറ്റി ഉൾപ്പെടെയുള്ള മതങ്ങളെ ആ ഗണത്തിലേക്ക് ഉൾപ്പെടുത്തുക. കാരണം ഒരു മതം വളർത്തുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട്, ആ ആശയത്തിലേക്ക് ആളെ ചേർക്കുക എന്ന് പറയുന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു രീതി, അത് സെമിറ്റിക് മതങ്ങളുടെ രീതിയാണ്. നിങ്ങൾ ആ ഒരു രീതിയെ കണ്ടെത്തിയിട്ട്, തൊട്ട് മുന്നേ സംസാരിച്ച ആളൊക്കെ പറയുന്നത് പോലെ, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഹിന്ദു മദ്രസ നടത്താൻ കഴിയില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണ്? ഇവിടെ ഒരു ഹിന്ദു ആയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദു കിതാബുകളിൽ ഏതെങ്കിലും എഴുതി വെച്ച സാധനങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് അത് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു മാനദണ്ഡം നിങ്ങൾക്ക് വെക്കാൻ കഴിയില്ല. ഇനി അങ്ങനെ വെച്ചാൽ അത് ഏത് കിതാബ്? അവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കിതാബ് നിങ്ങൾക്ക് ചൂണ്ടി കാണിക്കാൻ കഴിയില്ല. ഇനി അങ്ങനെ അഥവാ നിങ്ങൾ തപ്പിപ്പിടിച്ച് പുതിയൊരെണ്ണം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക, അതിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന നിയമങ്ങൾക്ക് ഒരു പരിധി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതെല്ലാം കൂടി വരുമ്പോൾ പിന്നെ അതിനപ്പുറത്തേക്ക് വരുന്ന ജാതീയമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരും. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട്, ഇതെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഹിന്ദു മദ്രസ നടത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതായത് സെമറ്റൈസ് ചെയ്യാൻ നിങ്ങൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും 100% ഇതേപോലെ നിങ്ങൾക്ക് ആക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിയുമ്പോൾ പാതി വഴിയിൽ വന്ന് വീഴും. അതിലാകെ കൂടി നിങ്ങൾക്ക് കിട്ടുക എന്താണ്? ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുകയും ഇതിന്റെ പേരിൽ വലിയ കാലുഷ്യം ഉണ്ടാവുകയും അതിന്റെ പേരിലുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ കാണുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനും പറ്റും. ഇതാണ് സംഭവിക്കുക. അതുകൊണ്ട് എന്താ ഗുണം? ഹിന്ദു മദ്രസ ഒട്ടും നടക്കുകയില്ല, എന്നാൽ ഇതിന്റെ പേരിലുള്ള കലാപങ്ങൾക്ക് സാധ്യത കൂടുകയും ചെയ്യും. ഇതാണ് ഉണ്ടാവുക. ഇതിനെ നമുക്ക് ഹിന്ദുക്കളെ കുറ്റം പറയാൻ പറ്റുമോ? അതുമില്ല. കാരണം എന്താണ്? ഇത് ആരാ തുടങ്ങി വെച്ചത്? അതിപ്പുറത്തുള്ള ബാക്കി മദ്രസകളാണ്. ഈ ക്രിസ്ത്യൻ മദ്രസയും ഈ ഇസ്ലാമിക് മദ്രസയാണ് ഇതിന്റെ കാരണം. ഇനി നിങ്ങൾ അങ്ങനെ ഒരു മദ്രസ നടത്തിയാൽ തന്നെ, അങ്ങനെ ചെയ്യാമെന്ന് തന്നെ ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത്? കാരണം ഇസ്ലാമിൽ നിങ്ങൾക്കൊരു കിതാബുണ്ട്, നിങ്ങൾക്കൊരു നിയമം അവിടെ ഒരു ഒരു ചുരുട്ടി പിടിച്ച് നിങ്ങൾക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം എന്ന് പറഞ്ഞിട്ട് 11 കാര്യം നിങ്ങൾക്ക് എണ്ണി പറഞ്ഞു കൊടുക്കാൻ പറ്റും. 10 കൽപ്പനകൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു സാധനം ഇപ്പുറത്തുനിന്ന് എടുക്കാൻ പറ്റാത്ത കാലത്തോളം ഇത് സാധിക്കില്ല. ഇനി രണ്ടാമത്തെ കൂട്ടം ആളുകൾ ആരാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? അത് ഇതിൽ ദൂഷ്യവശങ്ങൾ പുറത്ത് ചർച്ചയാക്കാൻ വിമുഖത കാണിക്കുന്ന ആളുകൾ, ചർച്ചയാക്കുന്ന ആളുകളെ നിശബ്ദരാക്കാൻ നോക്കുന്ന ആളുകൾ, ഇത് കണ്ടിട്ടും മൗനം നടിച്ച്, ഇത് കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ, ഇവരാണ് ഇത് വഷളാക്കുന്നത്. ഇനി ഇതിന്റെ ഇരകൾ ആരാണ്? ഇതിന്റെ ഇരകൾ എന്ന് പറയുന്നത്, ആദ്യത്തെ ഇരകൾ സാധാരണ മുസ്ലിങ്ങളാണ്. സാധാരണ മുസ്ലിങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരിക. ഇപ്പൊ ഞാനിപ്പോ വലിയ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് നടക്കും, ഓക്കെ. എന്നിട്ട് ഇപ്പൊ ഞാനിപ്പോ ഏതെങ്കിലും ഒരു നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു എന്നൊന്ന് വിചാരിച്ചു നോക്കുക, എന്നെ തല്ലിക്കൊന്നിട്ടുണ്ടാവില്ലേ? ഇതല്ലേ അവിടുത്തെ അവസ്ഥ. കാരണം എന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം എക്സ് മുസ്ലിമും നോൺ മുസ്ലിമും എന്നൊക്കെയുള്ള ആ പരിഗണന വെക്കുമ്പോൾ ഉണ്ടാവില്ല. ഒന്നുമില്ലെങ്കിൽ മുണ്ട് പൊക്കി നോക്കിയാലെങ്കിലും അവിടെ കാര്യം വ്യക്തമായിട്ട് അവരെന്റെ തലവെട്ടും. അതാണ് ഉണ്ടാവുക. മുസ്ലിം സമുദായത്തിലെ ഒരു ചെറു ന്യൂനപക്ഷം വരുന്ന ആളുകൾ സംഘടിതമായി ഇത്തരത്തിൽ മതപരിവർത്തനം നടത്താൻ മുന്നിട്ടിറങ്ങുമ്പോൾ, അതായത് മതത്തിലേക്ക് ആളെ കൂട്ടാൻ ഏത് വഴിയും സ്വീകരിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുമ്പോൾ മറ്റാളുകൾക്ക് അത് വലിയ പ്രശ്നമാകുകയാണ്. ആ സമുദായത്തിൽ തന്നെ വലിയ പ്രശ്നമാകുകയാണ്. അതാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ ചൂണ്ടിക്കാണിച്ചത്. അങ്ങ് തിരുത്തിന്റെ കാര്യം പറഞ്ഞോളൂ. അതായത് ആ തിരുത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുമ്പോഴാണ് ഇത് ആളുകൾക്ക് മനസ്സിലാകാത്തത്. ലവ് ജിഹാദ് എന്ന് വിളിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സത്യത്തിൽ ഈ ലവ് ജിഹാദിന്റെ ഒരു ഒന്നാന്തരം ഉദാഹരണം നമ്മുടെ നാട്ടിലുണ്ട്. അത് കമല സുരയ്യയാണ്, അല്ലെങ്കിൽ നമ്മുടെ മാധവിക്കുട്ടിയാണ്. അത് തന്നെ പറഞ്ഞാലും ആളുകൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് കൺവേർഷൻ ജിഹാദ് എന്നുള്ള വാക്ക്. പച്ചയ്ക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയേ, ഇത് ആളുകൾ ചർച്ചയാക്കും. കൺവേർഷൻ ജിഹാദ് ഇസ്ലാമിലുള്ള സാധനമാണ്. അത് ആര് വന്ന് ചലഞ്ച് ചെയ്താലും തെളിയിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും ചെയ്യും. അതായത് ബി റെജി, ലവ് ജിഹാദ് എന്ന വാക്കാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. ഇപ്പോൾ ഡോക്ടർ ആരിഫ് ഹുസൈൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കൺവേർഷൻ ജിഹാദ് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ അതിനെ എന്തിനാണ് നിങ്ങൾ, ആ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ എന്തിനാണ് തമസ്കരിക്കുന്നത്? നമ്മുടെ മുന്നിൽ നിമിഷ ഫാത്തിമയുടെ കഥയുണ്ട്, സോണിയ സെബാസ്റ്റ്യന്റെ കഥയുണ്ട്, റാഫല്ലയുടെ കഥയുണ്ട്, മെറിൻ ജേക്കബിന്റെ കഥയുണ്ട്. ഈ പെൺകുട്ടികളൊക്കെ ഇപ്പോൾ എവിടെയാണ്? ഇതുപോലെ വലിയ റാക്കറ്റ്, ഈ മതപരിവർത്തന റാക്കറ്റിൽപ്പെട്ട് സിറിയയിലേക്ക് പോയ, IS-ലേക്ക് പോയി ജീവിതം
ഹോമിക്കപ്പെട്ട് ഇപ്പോൾ നിമിഷ ഫാത്തിമയൊക്കെ അവിടെ അഫ്ഗാനിസ്ഥാനിലെ ഏതോ ജയിലിൽ കഴിയുകയാണ്. ഈ യാഥാർത്ഥ്യം നമ്മുടെ കേരളത്തിലുണ്ട്. ഇതാണ് റിയൽ കേരള സ്റ്റോറി. അതിനെ എത്ര നിങ്ങൾ നിരാകരിച്ചാലും അത് സത്യമായി തന്നെ നിലനിൽക്കുകയല്ലേ? നോക്കൂ, നമ്മുടെ മതസൗഹാർദ്ദത്തോടെ, സ്നേഹത്തോടെ, പരസ്പര വിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരു കേരളീയ സമൂഹത്തിൽ അന്യമത വിദ്വേഷം വളർത്തുന്നു, അപരവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നു, ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ, അതായത് വർഗീയമായി ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ RSS നടത്തുന്ന സംഘടിത ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ഇത്തരത്തിലുള്ള ഞാൻ 2012 ഒന്ന് കൊണ്ടുപോവുകയാണ്. 2012 ഒന്ന് കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്നല്ലോ ഉമ്മൻചാണ്ടി നിയമസഭയിൽ വെച്ചൊരു കണക്കുണ്ട്. അത് KK ലതികയുടെ ചോദ്യമായിരുന്നേ. ഈ എത്ര ഹിന്ദു പെൺകുട്ടികൾ മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. ആ ഒരു വർഷത്തെ കണക്ക് മാത്രം ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞത് 3200 എന്നാണ്. ആ കണക്കിനേക്കാൾ എത്രയോ ബഹുദൂരമായിരിക്കും ഇപ്പോഴത്തെ കണക്ക്. അപ്പോൾ അതിൽ ഒരു സംഘടിത സ്വഭാവമില്ല എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാൻ കഴിയും ബി റജി? ഇത് നിങ്ങളുടെ മുഖ്യമന്ത്രി, അങ്ങ് ആരാധിക്കുന്ന ഉമ്മൻചാണ്ടി തന്നെ നിയമസഭയിൽ പറഞ്ഞ കണക്കാണ് സർ. നോക്കൂ, ലവ് ജിഹാദ് സംബന്ധിച്ചോ അതുമായിട്ട് ബന്ധപ്പെട്ടോ ഒരു കേസും ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞതാണ് ഈയിടെ. അതുപോലെ പല താങ്കൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ചാങ്ങൂർ ബാബ എന്ന് പറയുന്ന ഈ മതപരിവർത്തന മാഫിയക്കാരനെ UP പോലീസ് പിടിച്ചുകെട്ടിയിട്ടുണ്ട്. 500 കോടി രൂപയാണ് പാകിസ്ഥാനിൽ നിന്നും, സൗദിയിൽ നിന്നും, മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും അയാൾക്ക് ഫണ്ടായി വരുന്നത്. ഈ മുഖ്യമായ ഉദ്ദേശം മതപരിവർത്തനം മാത്രമാണ്. ഹൈന്ദവ സമുദായത്തിലെ പെൺകുട്ടികളെ, ക്രൈസ്തവ സമുദായത്തിലെ പെൺകുട്ടികളെ മതപരിവർത്തനം ചെയ്യാൻ മാത്രമാണ് ഈ ചാങ്ങൂർ ബാബയുടെ മിഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ കേരളത്തിന് പുറത്ത് നടക്കുകയാണ്. ഈ പണവും, ചാങ്ങൂർ ബാബയുടെ പണവും നമ്മുടെ കേരളത്തിന്റെ ഈ മതപരിവർത്തന ലോബികളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് തരത്തിലുള്ള അന്വേഷണം നടക്കുകയാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ മുന്നിലെത്തുമ്പോൾ നിങ്ങൾ ഈ മതേതരത്വം മാത്രം വിളമ്പുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ബി റജി. മതേതരത്വം ഭരണഘടനയിൽ നിന്ന് മാറ്റാൻ RSS കുറെ ശ്രമിച്ചു. ദത്താത്രേയ ഹൊസബളെ ഈ 2 മാസത്തിന് മുമ്പാണ് പറഞ്ഞത് ഭരണഘടനയിലെ സോഷ്യലിസവും മതേതരത്വവും എടുത്തു മാറ്റുന്നതിനെ കുറിച്ച് മാറ്റേണ്ടതാണെന്ന്. അതായത് വർഗീയമായിട്ട് ചേരുവതിരിവുണ്ടാക്കി ലാഭമുണ്ടാക്കുക. നമ്മുടെ സ്നേഹവും പ്രണയവും പ്രേമവും എഴുതി ചേർത്തതാണ്, പിന്നീട് എഴുതി ചേർത്തതാണ്. അതിന്റെ ചർച്ചകൾ പിന്നീട് നമുക്ക് നടത്താം. മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ പിന്നീട് എഴുതി ചേർത്തതാണ്. അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് ഉണ്ടായിരുന്നില്ല. 400 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരണഘടനയിൽ മാറ്റം വരുത്തുമെന്ന് കർണാടകത്തിലുള്ള MP ആണ് പറഞ്ഞത്. അങ്ങനെയാണ് നിങ്ങൾ 18ാം ലോകസഭയിലെ ജനങ്ങളെ സമീപിച്ചത്. പക്ഷെ കേവല ഭൂരിപക്ഷം പോലും BJPക്ക് ജനങ്ങൾ നൽകിയില്ല. ഇപ്പോ രണ്ട് സഖ്യകക്ഷികളുടെ പിൻബലത്തിലാണ് കേവല ഭൂരിപക്ഷമില്ലാത്ത BJP ഭരിക്കുന്നതെന്ന് ഓർക്കണം. അപ്പൊ സംഘപരിവാറിന് അനുകൂലമായി RSSന് വളരാൻ വർഗീയ ചേരുവതിരിവ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കണം. ജാതീയമായി വേർതിരിക്കണം, അന്യമത വിദ്വേഷം വളർത്തണം. അതിനുവേണ്ടി ചെറിയ ചെറിയ വിഷയങ്ങളെ എടുത്തിട്ട് അത് ലവ് ജിഹാദാണ് എന്ന് ഉയർത്തിക്കാട്ടി സമൂഹത്തിൽ അന്തചിത്രം നിമിഷ ഫാത്തിമയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അങ്ങൊന്ന് പറയുമോ? ഈ തിരുവനന്തപുരത്തുള്ള പെൺകുട്ടിയാണല്ലോ. നിമിഷ ഫാത്തിമയ്ക്ക് എന്താണ് സംഭവിച്ചത്? നോക്കൂ, ബോധപൂർവമായി ഇങ്ങനെ മതവിദ്വേഷം വളർത്തി നിമിഷ ഫാത്തിമ അങ്ങ് ഒരു സാമൂഹ്യ നിരീക്ഷകനാണ്, വലത് നിരീക്ഷകനാണ്. നിമിഷ ഫാത്തിമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്ന് പറയൂ. സോണിയ സെബാസ്റ്റ്യൻ അവരെ എറണാകുളത്താണ്. അവർക്ക് എന്താണ് സംഭവിച്ചത്? ഇവിടെ കേരളത്തിൽ വ്യക്തമായ അന്വേഷണ ഏജൻസികളും പോലീസ് സംവിധാനവും ഒക്കെ തന്നെ ഉണ്ട്. അവരന്വേഷിച്ചിട്ട് അതിന്റെ കാരണങ്ങൾ പൊതുജനങ്ങളെ ആകട്ടെ, പൊതുസമൂഹത്തിന് മുമ്പാകെ അത് സംബന്ധിച്ചുള്ള കല്ലും നെല്ലും തിരിയട്ടെ, അത് സംബന്ധിച്ച വ്യക്തത വരട്ടെ. കല്ലും നെല്ലും തിരിയാൻ ഒന്നുമില്ല. ആ റിയൽ അൺടോൾഡ് കേരള സ്റ്റോറി നിങ്ങൾ സിനിമ കാണാൻ ബുദ്ധിമുട്ടാണല്ലോ. ഇവിടെ തിയേറ്റർ ഉടമകളെയൊക്കെ ഭീഷണിപ്പെടുത്തിയ കേരള സ്റ്റോറി കാണിക്കാൻ പോലും സമ്മതിച്ചില്ല. 90% ആളുകൾക്ക് ആ സിനിമ കാണാൻ പറ്റില്ല. പക്ഷേ ദി അൺടോൾഡ് കേരള സ്റ്റോറി അത് എഴുതിയ ആളാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന. ആ പുസ്തകം എടുത്തുനിന്ന് വായിച്ചു നോക്കിയാൽ വളരെ കൃത്യമായ വിവരങ്ങൾ കിട്ടും. ശ്രീമതി ജെ അംബിക, ഈ നിമിഷ ഫാത്തിമയുടെയും സോണിയ സെബാസ്റ്റ്യൻ്റെയും ഒക്കെ കഥ പറയുമ്പോൾ ഇവർ ഒഴിഞ്ഞു മാറുകയാണ്. ഇതുപോലെയുള്ള നിമിഷ ഫാത്തിമമാരും മെറിൻ ജേക്കബുമാരും ഇവിടെ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ജനം TV അടക്കം ചർച്ചയ്ക്ക് വെക്കുന്നതും സമൂഹത്തെ ഉദ്ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതും. അത് സ്വധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അല്ലാതെ ഇത് വർഗീയത പടർത്താനല്ല. ശ്രീമതി അംബിക പ്രതികരിക്കാം.
ഈ രജി പറഞ്ഞ മതസൗഹാർദ്ദം ഇതിന്റെ പേരില് ഈ നമ്മുടെ കുട്ടികളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് അനധികൃതമായി മതം മാറ്റി കല്യാണം കഴിച്ച് പോയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന മതസൗഹാർദ്ദം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല. വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സൗഹാർദ്ദം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, അതായിക്കോട്ടെ. പക്ഷെ ഈ ഇപ്പോഴത്തെ ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, 5 മുസ്ലിം ആണുങ്ങൾ ഉണ്ടാവും, ഒരു ഹിന്ദു പെൺകുട്ടി ഉണ്ടാവും. പാറ്റേൺ കണ്ടിന്യൂസ്ലി അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്ന മതസൗഹാർദ്ദം നമുക്ക് വേണ്ട. നിങ്ങൾ പിന്നെ ഡ്രഗ് ഉപയോഗിക്കുക, നിങ്ങളുടെ പയ്യന്മാര് നശിക്കുക, എന്ത് വേണമെങ്കിൽ ആയിക്കോ, നമ്മൾ അതിനൊന്നും തടസ്സമൊന്നുമല്ല, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ. പക്ഷെ നമ്മുടെ കുട്ടികളെ നിങ്ങൾ എന്ന് കൊണ്ടുപോകുന്നത് നിർത്തുവോ, അന്ന് നമ്മൾ അതിനെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് വിളിക്കുന്നത് നിർത്തും. നമ്മുടെ കുട്ടികളെ നിങ്ങൾ എന്ന് മതം മാറ്റി കൊണ്ടുപോയിട്ട് കല്യാണം കഴിക്കുന്നത് നിർത്തുവോ, നമ്മൾ അന്ന് അതിനെ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത് നിർത്തും. ഇത് നിർത്തേണ്ടത് നമ്മളല്ല, നമ്മളിത് നിങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തരം പുറത്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അവിടുന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ എന്തിനാണ് കുട്ടികളെ കൊണ്ടുപോയിട്ട് മതം മാറ്റുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അവരെ കൊണ്ടുപോയിട്ട് അനാശാസ്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ടെററിസത്തിന് ഉപയോഗിക്കുന്നത്. ഇപ്പോ നമ്മുടെ ആങ്കർ മോഡറേറ്റർ പറഞ്ഞ പോലെ നിമിഷ ഫാത്തിമയ്ക്ക് എന്താണ് സംഭവിച്ചത്? എന്താ കുട്ടി തന്നെ പോയതാണോ? നാളെ തൊട്ടിട്ട് ഞാൻ ഇസ്ലാമിനെ എന്താ പറയാ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ലോകത്തിലെ ആൾക്കാരെ ബോംബ് വെച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് കുറച്ച് ഭീകര പ്രവർത്തനം നടത്താൻ ഇവിടുത്തെ ജീവിതം എനിക്ക് ബോറടിച്ചെന്ന് വിചാരിച്ചു പോയതാണോ? ആണോ? ആ കുട്ടി അങ്ങനെ വിചാരിച്ചു പോയതാണോ? അപ്പൊ ഈ പോകുന്ന പെൺകുട്ടികളൊക്കെ ഈ കാര്യത്തിൽ ഇവിടെ ഞാൻ ഹിന്ദുവായിട്ട് കുറെ കാലമായി എനിക്ക് ബോറടിച്ചു എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണോ? അവരെ വേറെ ഉള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മതഭീകരതയ്ക്ക്, അല്ലെങ്കിൽ നാർക്കോട്ടിക് ജിഹാദിന് വേണ്ടിയിട്ട് നിങ്ങൾ വേണ്ട, ഞങ്ങള് ലവ് ജിഹാദ് എന്ന് ഒരു സെക്കൻഡ് ഒന്ന് ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്തോ ഒന്ന് ഈ വിഷയത്തിൽ പറയാനുണ്ട്. ഒന്ന് പറഞ്ഞതിന് ശേഷം അങ്ങയിലേക്ക് തന്നെ ഞാൻ തിരികെ എത്താം. യെസ്, ഇത് മുന്നേയും ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ 2 വിഷയങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് പറയുന്നതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ. ഓക്കെ, അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടിലൊക്കെ കാണുന്ന പോലെയുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രണയം നടിക്കുന്നു, പ്രണയത്തിന്റെ ഒടുവിൽ മതമാറ്റം നിർബന്ധിക്കുന്നു, എന്നിട്ട് അവർ കല്യാണം കഴിക്കുന്നു. അതിന്റെ ഔട്ട്കം എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്? ആ കുട്ടിയെ, ആ പ്രണയിച്ച കുട്ടിയെ, പെൺകുട്ടിയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അത് ചെയ്ത് അവിടെ നിർത്തുന്നു. ഇതിന് ഉദാഹരണങ്ങൾ എത്ര എണ്ണം വേണമെന്ന് പറഞ്ഞാൽ ഞാനിവിടെ തരാം. ഇവിടെ വലതുപക്ഷം നിരീക്ഷകൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു BJP കാരനാണെന്ന് കേട്ടോ. അപ്പൊ ആ വലത് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ഇടതുപക്ഷം എന്ന് വിളിക്കണം. ഓക്കെ, എന്തായാലും ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. അപ്പൊ അത് എന്തായാലും അവിടെ അതാണ് ഒന്നാമത്തെ വിഷയം, അതിന്റെ ഒന്നാമത്തെ വശം എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഇവിടെ പറയുന്നത്, ഈ പറയുന്ന ജിഹാദ് ഇതെല്ലാം ജിഹാദാണ്. ഈ പറയുന്ന മതം വളർത്താൻ വേണ്ടി ചെയ്യുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും ജിഹാദാണ്. നിങ്ങളൊരു മതം, ഇസ്ലാമിനൊരു നന്മയുണ്ടാവും, ഇസ്ലാമിൽ ഒരാളെ കൂട്ടും എന്നൊരു ഉദ്ദേശത്തിൽ ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ടെങ്കിൽ അതും ജിഹാദ് തന്നെയാണ്. പക്ഷെ ഈ ജിഹാദ് ആ ലെവലിൽ നിൽക്കില്ല. ഇതിന്റെ കൂടിയ ലെവലുണ്ട്. ആ ലെവൽ ഏതാണ്? അത് യുദ്ധമാണ്. ആ യുദ്ധം ചെയ്തിട്ട് അതിലേക്ക് ഈ ദാറുൽ ഹർബിനെ ദാറുൽ ഇസ്ലാമാക്കുക എന്ന് പറയുന്നതാണ് ഈ ജിഹാദ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സംസാരിക്കണ്ടേ എന്നുള്ളത് ഒരു വശം. ഇനി രണ്ടാമത്തേതാണ് ഞാൻ ഈ പറയുന്ന പ്രണയത്തിനൊക്കെ ഒടുവിൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഈ കണ്ട വാർത്തയിലൊന്നും പെടാത്ത മറ്റൊരു സംഗതിയാണ് ഈ പറയുന്നത്. ഇപ്പൊ നമ്മൾ അഖിലയുടെ വിഷയത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണ്? അതിൽ ലവ് ജിഹാദ് അല്ല അതിനകത്തുള്ള വിഷയം. അതിനകത്ത് ആ കുട്ടിയെ മതം അവിടെ തലയിൽ കൊടുക്കുന്നു. ആ മതം കിട്ടിക്കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഈ പറയുന്ന ജിഹാദി പ്രവർത്തനം, അതായത് ഇസ്ലാമിന് വേണ്ടി ജീവിക്കുക, യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഉദ്ദേശം അവിടെ കടന്നു വരുന്നു, സ്വപ്നം കാണുന്നു. അങ്ങനെ കടന്നു വരുമ്പോൾ അവർ പോകും. അങ്ങനെ പോകുന്നത് അത് മുസ്ലിങ്ങൾ പോകാറുണ്ട്. എൻ്റെ തന്നെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾ പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കൈമാറിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോൺഗ്രസ്സുകാർക്ക് ക്ലാസ് എടുത്ത് തരാം, എന്താണ് ഈ ജിഹാദ് എന്നുള്ളത്. അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് പഠിക്കുന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം VD സതീശനൊക്കെ ഇരുന്നിട്ട് ഇസ്ലാമിനെ വെളുപ്പിക്കുന്നുണ്ടായിരുന്നു. എന്ത് ഉളുപ്പില്ലായ്മയാണ് നിങ്ങൾ ഈ പറയുന്നത്? അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? ഇസ്ലാം പച്ചയായിട്ട് മാനവിക വിരുദ്ധയാണ്, ഇസ്ലാം പച്ചയായിട്ട് ഫാഷിസമാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഖുറാനിലെ ആയത്ത് വെച്ച് ഞാൻ പഠിപ്പിച്ചു തരാം VD സതീശന്. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഇസ്ലാമിനെ പോയി വെളുപ്പിക്കുന്നത്? പോട്ടെ, നിങ്ങൾ വെളുപ്പിച്ചു. ഇതേപോലെ ഹിന്ദു മതത്തിലെ നന്മ എടുത്തിട്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു മതത്തെ വെളുപ്പിച്ചാൽ എന്തായിരിക്കും ഇവിടെ അവസ്ഥ? നിങ്ങളൊന്ന് പറയൂ. അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എക്കും പൊക്കും അറിയാതെ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇതിനെ വെളുപ്പിക്കും. അത് VD സതീശനായാലും ശരി, ഇവിടെ ഇരിക്കുന്ന വലത് നിരീക്ഷകനായാലും ശരി, സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഈ സാധനത്തെ കുറിച്ച് മണ്ണാങ്കട്ടെ അറിയില്ല. ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പൊ BJP അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മളെ ഈ സംഘപരിവാർ വക്താക്കൾക്ക് പോലും ഈ സാധനം എന്താണെന്ന് അറിയില്ല. 2 കൂട്ടർ ഇത് പഠിക്കണമെന്നാണ്
ഞാൻ പറയുന്നത്. എന്നാലേ നിങ്ങൾക്ക് ഇതിനകത്ത് സംഗതിയിൽ ഒരു ക്ലാരിറ്റി വരുള്ളൂ. ഇവിടെ പ്രശ്നം ഇത് രണ്ടും കൂടി നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കുന്നു. പ്രണയം നടിച്ചുകൊണ്ട് മതം വളർത്താൻ വേണ്ടി ആളുകളെ പ്രണയം നടിച്ച് കല്യാണം കഴിക്കുകയും അവരെ മതം മാറ്റുക എന്ന് പറയുന്നത് ഒരു ജിഹാദ്. രണ്ടാമത്തെ ജിഹാദാണ് നിങ്ങൾക്ക് പ്രണയമൊന്നും വേണമെന്നില്ല, ഒരു കൺവേർഷനും അവിടെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല. പക്ഷേ നിങ്ങൾ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കണം. നിങ്ങളുടെ ഈ ഡൂക്കളി ദൈവങ്ങളൊന്നും അല്ല ഒറിജിനൽ ദൈവം എന്ന് പറഞ്ഞാൽ അത് അങ്ങ് അറേബ്യൻ ദൈവമാണ് എന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. അത് വിശ്വസിപ്പിച്ചുകൊണ്ട് അവരെ ശിവനേക്കാൾ കൃഷ്ണനേക്കാളൊക്കെ നല്ലത് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ആള് അത് അള്ളാഹു ആണെന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചിട്ട് അതിലേക്ക് അവരെ ആകർഷിപ്പിച്ചിട്ട് അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിന്റെ ബാക്കി പിന്നെ ആ ട്രെയിനിൽ അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ കേരള സ്റ്റോറി കേരള സ്റ്റോറി മുന്നോട്ട് വെക്കുന്നത്. ശ്രീ റജിയിലേക്കാണ്. റജി, ഈ കേരള സ്റ്റോറി കേരള വിരുദ്ധമാണ് എന്നുള്ള പ്രചാരണം ഈ സിനിമയുടെ തുടക്കം മുതൽ അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ മുതൽ നടക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ സിനിമയ്ക്ക് 2 ദേശീയ പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി. ആ കലാരൂപത്തിന് അത്ര വലിയൊരു അംഗീകാരം ലഭിച്ചപ്പോൾ അതിനെ ഇവിടുത്തെ മുഖ്യമന്ത്രിയും അതുപോലെ ഇവിടുത്തെ മന്ത്രിമാരുമൊക്കെ നഖശിഖാന്തം എതിർക്കുകയാണ്. ഈ നിമിഷപ്രിയയും മെറിൻ ജേക്കബും ഒക്കെ യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇത് റിയൽ അല്ല എന്നെങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയും? നിങ്ങളും അതേ ധാരയിൽ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നവരായതുകൊണ്ടാണ് ചോദിക്കുന്നത്. എല്ലാ തരത്തിലുള്ള വർഗീയതയെയും എതിർക്കുന്ന സമീപനമാണ് ഞങ്ങളെപ്പോലുള്ളവർക്കുള്ളത്. സമൂഹത്തിൽ വർഗീയത വളർത്തി വിഭജന രാഷ്ട്രീയം നടത്തുന്നതിനെ കാഴ്ചപ്പാടോ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദം അവരുടെ വാദത്തിൽ നിന്നും ഇതുവരെ അവർ പുറത്തു കടന്നിട്ടില്ല. എന്നിട്ട് എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾ പിന്തുണച്ചുകൊണ്ട് എല്ലാ വർഗീയതയെയും നിങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്നത്? നോക്കൂ, നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയുന്നു. നോക്കൂ, അവരുടെ അവരുടെ ഈ രാഷ്ട്രീയ കക്ഷി വെൽഫെയർ പാർട്ടി അത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇന്ത്യയുടെ മതേതരത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കാമെന്ന് രേഖാമൂലം നൽകി അതനുസരിച്ച് പ്രവർത്തനം നടത്തുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. അവർ കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവമുള്ളവർക്ക് വോട്ട് ഡോക്ടർ ആരിഫ് ഹുസൈൻ അങ്ങേക്കൊന്ന് വിശദീകരിച്ചു തരും. വെൽഫെയർ പാർട്ടിയെ ഇങ്ങനെ ഈ പൊതു ധാരയിലേക്ക് വരുത്താനൊക്കെ ഉള്ള വലിയ ശ്രമം നടക്കുന്ന കാലത്താണിത്. റജി, ഒരു സെക്കൻഡ്, ആരിഫ് ഹുസൈൻ ഒന്ന് ക്ലിയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെ, അത് തെറ്റാണ്. അതായത് അത് തക്കിയുടെ ഭാഗമാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഈ പറയുന്ന പാർട്ടികൾ, ഈ വെൽഫെയർ പാർട്ടി ആയിക്കോട്ടെ, SDP ആയിക്കോട്ടെ, അവരതൊക്കെ എഴുതി വെക്കും, അതെല്ലാം ഒപ്പിടും. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? അത് ഇസ്ലാമിലെ മറ്റൊരു ഡോക്ടറിനാണ് തക്കിയ എന്ന് പറയും. തക്കിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ സാഹചര്യം പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ സാഹചര്യം അനുകൂലമാകുന്നത് വരേക്കും നമ്മൾ ചില നുണകൾക്ക് പറയാം, നമുക്ക് ചില കാര്യങ്ങൾ വിട്ടുവീഴ്ചകൾ നീക്കുപോക്കുകൾ സാധിക്കും. അതിന് അറബിയിൽ പറയും നീക്കുപോക്കെന്ന്, നമ്മൾ മലയാളത്തിൽ പറയുന്നതിന് അൽ തക്കിയ എന്ന് പറയും. ഇനി നിങ്ങളിത് അവരുടെ ഭരണഘടന ജമാഅത്ത് ഇസ്ലാമിയുടെ അടുത്ത് വായിച്ചു നോക്കൂ. അവരുടെ ലക്ഷ്യം എന്താണ്? ഹുക്കുമത്തെ ഇലാഹി തന്നെയാണ്. എന്താണ് ഈ ഹുക്കുമത്തെ ഇലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇക്കാമത്തു ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇസ്ലാമിന്റെ സംസ്ഥാപനമാണ്. ഇസ്ലാമിക ശരീഅത്തിൽ പറയുന്ന തരത്തിലുള്ള സംഗതികൾ ഇവിടെ സാധ്യമാക്കുന്ന രീതിയിൽ ഒരു ഭരണം കൊണ്ടുവരിക എന്ന് വെച്ചാൽ എന്താണ്? ഇസ്ലാമിക രാജ്യമാക്കുക. ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ. ഇന്നും അവരുടെ വെബ്സൈറ്റിൽ പോയാൽ വായിക്കാൻ നിങ്ങൾക്ക്. എന്താ അത് വായിച്ചുകൂടാത്ത? റജി, മതരാഷ്ട്രവാദത്തിൽ നിന്നും 1 ഇഞ്ച് ജമാഅത്തെ ഇസ്ലാമി പുറകോട്ട് പോയിട്ടില്ല. അതിന്റെ അനുബന്ധ സംഘടനകൾക്കും അതേ നിലപാട് തന്നെയാണ്. നോക്കൂ, നമ്മുടെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ആ മൗലിക അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു സിറ്റിസൺ, ഇന്ത്യയിലെ ഒരു പൗരൻ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെ എങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിവ് നടത്തുവാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്നത്. നമ്മുടെ ജനാധിപത്യ രാജ്യമാണെന്ന് ആദ്യം അംഗീകരിക്കൂ. പറഞ്ഞുതരാം എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അവരുടെ വെബ്സൈറ്റ് എടുക്കുക. ഐഡിയോളജി, ആദർശം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സെന്റൻസ്. ആദർശം, ജമാഅത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാന ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ്. മുഴുവൻ മുസ്ലിങ്ങളുടെയും പ്രഖ്യാപിത ആദർശം ഇത് തന്നെ. ലോകത്ത് നിയോഗിതരെ അങ്ങനെ തുടങ്ങണം. എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അള്ളാഹു അല്ലാതെ ആരാധ്യന് അർഹൻ വേറെ ദൈവമില്ല എന്ന് എഴുതി വെച്ച് മതത്തിന്റെ ആ വാക്യം തന്നെ അവിടെ, ഈ ഷഹാദത്ത് കലിമ തന്നെ അവിടെ എടുത്തു വെച്ചിട്ട്, നമ്മളെ പഹൽഗാമിൽ ഈ വെടിവെക്കണതിന് മുന്നേ ചോദിച്ച സാധനം ഉണ്ടല്ലോ, അത് അതേപോലെ എഴുതി വെച്ചത് ആരാണ് അത് എഴുതി വെച്ചത്? ജമാഅത്ത് ഇസ്ലാമി. അപ്പൊ അത് നമ്മൾ പറയുമ്പോൾ അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്ന് നിങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇത് അറിയില്ല.
ഇത് അറിയുന്നുണ്ടാണ് നമ്മൾ പറയുന്നത് ഇവർ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന സംഗതിയാണ്. ഇനി നിങ്ങൾ പറയുന്നു ഈ പറയുന്ന ഭരണഘടന അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടന തന്നെയായിരുന്നല്ലോ പോപ്പുലർ ഫ്രണ്ട്. ഇപ്പൊ സൊസൈറ്റീസ് ആക്ട് പ്രകാരമല്ലേ അവരോട് നിന്നിട്ടുള്ളത് എന്ന് വെച്ചിട്ട് അവരെ നിരോധിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയൂ. അങ്ങനെയാണെങ്കിൽ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ജോസഫ് മാഷ് കൈവെട്ടിയതൊക്കെ ഇങ്ങനെ എന്താണ് പൂ കൊടുക്കുന്ന പരിപാടിയാണോ? ഇത് എന്ത് തരം വാദമാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ ആരെയാണ് ഈ വെളുപ്പിക്കാൻ നോക്കുന്നത്? ഓക്കെ റെജി, ഏതാനും ചില വോട്ടുകൾക്ക് വേണ്ടി ഏതാനും ചില ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി ഇങ്ങനെ വെളുപ്പിക്കരുത് ഒരു ഭീകരവാദ പ്രസ്ഥാനത്തെ എന്നാണ് ആരിഫ് ഹുസൈൻ പറഞ്ഞു വരുന്നത്. താങ്കൾക്ക് തുടരാം. ഡോക്ടർ ആരിഫ്, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെക്കുറിച്ചും ജനാധിപത്യ ബോധമുള്ള ഒരു പൗരനും പറയാൻ കഴിയാത്ത രീതിയിലാണ് ബഹുമാന്യനായ ഡോക്ടർ ആരിഫ് ഇപ്പോൾ സംസാരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ നാടാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ വെബ്സൈറ്റിൽ അവരുടെ ഐഡിയോളജി അവർ എഴുതി വെച്ച സാധനം ഞാൻ വായിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് നിങ്ങൾ അവിടെ പോയിട്ട് അത് തിരുത്തൂ. നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിന്റെ അടുത്ത് പോയിട്ട് വി ഡി സതീശൻ പറഞ്ഞത് റദ്ദാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പറയാൻ ധൈര്യം ഉണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. വി ഡി സതീശൻ അങ്ങനെയല്ല പറയേണ്ടത്. ഈ ജമാഅത്ത് ഇസ്ലാമി സംഗതി അവിടെ അവർ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ അടിസ്ഥാന ആദർശം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സാധനമാണ്. ഈ സാധനം ചോദിച്ചിട്ടാണ് അവിടെ പഹൽഗാമിൽ വെടിവെച്ചിട്ടത്. അതുകൊണ്ട് നമ്മൾ ഇതിനോട് യോജിക്കരുത് സതീശ, നമുക്ക് ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറയാനുള്ള ഒരു ആണത്തം. അത് മാത്രമല്ല റെജി, ജമാഅത്തെ ഇസ്ലാമി അവരുടെ നയങ്ങളിൽ നിന്നൊക്കെ പുറകോട്ട് പോയി എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി അവരുടെ അമീർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഞങ്ങളുടെ വാദത്തിൽ നിന്നും മതരാഷ്ട്രവാദത്തിൽ നിന്നും പുറകോട്ട് പോയിട്ടില്ല എന്നത്. കേരളത്തില് നോക്കൂ ഡോക്ടർ ആരിഫ്, നീലിമ നോക്കൂ, നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയുടെ മഹത്വത്തെ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? നമ്മളാണ് മനസ്സിലാക്കുന്നത്, ജമാഅത്ത് ഇസ്ലാമിക്കാർക്കാണ് മനസ്സിലാക്കാത്തത്. ജമാഅത്തെ ഇസ്ലാമിയെയും അവരുടെ കൂട്ടുകെട്ടിനെയും പിന്താങ്ങുന്ന നിങ്ങൾക്കാണത് മനസ്സിലാവാത്തത്. ബിറജി, എല്ലാ മതങ്ങളും മനുഷ്യ സ്നേഹമാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ മതവിദ്വേഷം വളർത്താതിരിക്കൂ. ഈ മതങ്ങളുടെ വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത. സമയക്കുറവുകൊണ്ടാണ് അംബിക മാഡത്തിലൂടെ ഒരു മിനിറ്റ് ശ്രീമതി അംബിക ഈ വിഷയത്തിൽ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. കാരണം ഈ പുസ്തകം എഴുതിയപ്പോൾ വളരെ വലിയ അനുഭവങ്ങളാണ് അങ്ങയുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പുസ്തകം മാത്രമല്ല, ഈ മൂവിയുടെ റിസർച്ച് ഞാനാണ് ചെയ്തത്. റിസർച്ച് ആൻഡ് സ്ക്രിപ്റ്റ് കൺസൾട്ടന്റ് ആയിരുന്നു ഞാൻ. അപ്പോ അതിന്റെ ശേഷം മൂവിയിൽ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങളാണ് പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. നേരത്തെ ഡോക്ടർ ആരിഫ് ഹുസൈൻ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് പ്രണയം ഉണ്ടാവാം, പ്രണയം ഇല്ലാതിരിക്കാൻ വേറെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവാം, പൈസ ആവാം, സെക്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു മാർഗം മാത്രമാണ്. അല്ലെങ്കിൽ ഇത് അതൊക്കെ ബോണസാണ്. കൺവേർഷൻ ആണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അത് പിന്നെ പ്രണയത്തിൽ കൂടെ കിട്ടുന്ന സെക്സ് ആവാം, പൈസ ആവാം, അല്ലെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ്, പിന്നെ ഡ്രഗ് നിന്ന് കിട്ടുന്ന പ്ലഷർ ആവാം. ഇതൊക്കെ അതിന്ന് കിട്ടുന്ന ബോണസുകൾ മാത്രമാണ്. ആത്യന്തികമായിട്ട് ഒരു പെൺകുട്ടിയെ, വേറെ മതത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ മതം മാറ്റുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അതിന്ന് അവർക്ക് സ്വർഗം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രോബ്ലം, നമ്മുടെ പ്രോബ്ലം അല്ല. പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ സ്വർഗം ലഭിക്കാൻ നിങ്ങൾ പൊട്ടിത്തെറിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ അതിന് നമ്മുടെ കുട്ടികളെ ഉപയോഗിക്കുന്ന ഈ മിസ്റ്റർ രജിയുടെ പ്രോബ്ലം അത് ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നതാണ്. ലവ് ജിഹാദ് വേണോ, കൺവേർഷൻ ജിഹാദെന്നോ, ഉണ്ടം പൊരിയെന്നോ, ഉടായിപ്പെന്നോ എന്ത് വിളിച്ചാലും അതിന്റെ പേരാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പേര് എന്ത് വേണമെങ്കിലും വിളിച്ചോ. പക്ഷെ നമ്മുടെ പ്രശ്നം ഇതിന്റെ പേരിൽ കൊണ്ടുപോയിട്ട് അഖില ഹദിയയുടെ ആ കേസിൽ അവിടെ ഒരു ലവ് ആംഗിളേ ഇല്ല. ഇന്ന് ആശവിദ്യാ സമാജത്തിൽ പ്രവർത്തിക്കുന്ന കുറെ കുട്ടികളുണ്ട്, ശ്രുതി, ചിത്ര, അനഘ, ആതിര, ഇവരുടെ കേസുകളിലും ലവ് ആംഗിളേ ഇല്ല. അതിലൊക്കെ കൺവേർഷൻ മാത്രമാണുള്ളത്. അപ്പോ ചിലത് കൺവേർഷന് വേണ്ടി മാത്രം കൺവേർഷൻ ഇവിടെ നടത്തും, ചിലത് പ്രണയത്തിന് വേണ്ടി കൺവേർഷൻ നടത്തും, സെക്സിന് വേണ്ടി കൺവേർഷൻ നടത്തും, മണിക്ക് വേണ്ടി കൺവേർഷൻ നടത്തും. സമയക്കുറവ് കൊണ്ടാണ് അങ്ങയിൽ നിന്നും ഒരുപാട് ഇനിയും കേൾക്കാനുണ്ട്. ലവ് ജിഹാദിന്റെ കഥകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കൊട്ടാരക്കരയിൽ നിന്നാണ് പുതിയ വാർത്ത. +1 വിദ്യാർത്ഥിനിയെ പ്രണയത്തിൽപ്പെടുത്തി മതം മാറ്റാൻ നീക്കം നടന്നു. സത്യസരണയിൽ കൊണ്ടുപോയി മതം മാറ്റത്തിന് ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ ലവ് ജിഹാദിന്റെ തുടർക്കഥകൾ കേരള സമൂഹത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പൂർണ്ണമായും നിരാകരിക്കുകയാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ. അവരുടെ ലക്ഷ്യം വളരെ കൃത്യമായി ന്യൂനപക്ഷ വോട്ട് ബാങ്കാണ്. സൺഡേ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. നമസ്തേ.